നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നവീൻ ബാബുവിൻ്റെ മരണം നമ്മുടെ ഹൃദയത്തെ കുത്തിവലിക്കുന്നു. ഭരണകൂട ധാർഷ്ട്യത്തിന് മുന്നിൽ നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ. അവർക്കിടയിലെ അത്ര സാധാരണക്കാരനായിരുന്നില്ല നവീൻ ബാബു. ഒരു ജില്ലയിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു തഹസിൽദാർ. ADM നവീൻ ബാബുവിൻ്റെ മൃതദേഹം അന്ന് പത്തനംതിട്ടയിലെ മലയാലപ്പുഴയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ തകർന്ന ഹൃദയവും കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഭാര്യ മഞ്ജുഷ അരികിൽ നിന്നു. തളർത്തു വീണ മഞ്ജുഷയുടെ ദയനീയ ഭാവത്തിന് മുന്നിൽ കേരളം തേങ്ങി. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ അവരുടെ മുഖത്ത് ഒരു നിശ്ചയദാർഢ്യം നമ്മൾ കണ്ടു. മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും ഒരു അവധാനത. പിന്നീടവർ തനിക്കിനി തഹസിൽദാർ പണി വേണ്ട എന്ന് സർക്കാരിനോട് പറഞ്ഞു. എനിക്ക് കളക്ട്രേറ്റിലെ ഒരു സീനിയർ സൂപ്രണ്ടിൻ്റെ കസേര മാത്രം മതി. തഹസിൽദാർ എന്ന ഉയർന്ന കസേരയിലിരുന്ന് ജോലി ചെയ്യാൻ തൻ്റെ മനസ്സ് ഇപ്പോൾ പാകമല്ല. ശത്രുക്കൾ തളർന്നു വീഴുന്ന മഞ്ജുഷയാണ് മുന്നിൽ കണ്ടത്. അവർ തളർന്നു വീണ് ശത്രുക്കൾക്ക് മുന്നിൽ കീഴടങ്ങുമെന്ന് അവർ കരുതി. എന്നാൽ അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. മഞ്ജുഷ ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ മഞ്ജുഷ ആരായിരുന്നു എന്ന് കേരളത്തിന് കൃത്യമായി മനസ്സിലായി. അവരുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ഇന്ന് ഹൈക്കോടതി നൽകിയ അംഗീകാരമാണ് കേരളത്തിനൊരു പുതിയ ഉണർവ്. ഒരു നിരപരാധിയുടെ ജീവൻ തകർത്ത് നിയമത്തിൻ്റെ പഴുതുകളിലൂടെ സർക്കാർ സ്വാധീനമുറപ്പിച്ച് ഒരു രാഷ്ട്രീയ നേതാവ് വിളയാടിയപ്പോൾ അതിനെതിരെ നിയമത്തിൻ്റെ അതേ കുന്തമുനയിൽ അവരെ കോർത്ത് നിർത്തുന്ന അപൂർവ കാഴ്ച. നവീൻ ബാബുവിൻ്റെ മൃതദേഹം അന്ന് ചിതയിലേക്കെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ പാതി ജീവൻ ഇവിടെയുണ്ട് എന്ന് ചിലർ മറന്നു. ആ പാതി ജീവൻ മഞ്ജുഷയാണ്. തൻ്റെ പാതി ഇന്ന് നവീൻ ബാബുവിൻ്റെ മരണത്തിന് ഉത്തരവാദികളായവരെ തിരയുന്നു. അതെ, മഞ്ജുഷയുടെ കണ്ണിൽ ഇപ്പോൾ പൊഴിയുന്നത് ചുടുകണ്ണീരല്ല, തീക്കാറ്റാണ്. ആ തീക്കാറ്റിൽ ശത്രുക്കൾ നിന്ന് കത്തും. കണ്ണകിയുടെ ആറ്റുകാലമ്മയുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ശത്രുക്കൾ മറന്നു. അവർ നിയമത്തിൻ്റെ പഴുതുകളിലൂടെ ധാർഷ്ട്യത്തിൻ്റെ ഭാവത്തിൽ ജീവിക്കുമ്പോൾ അവർക്ക് നേരെ ഏത് കണ്ണകിയും ഉയർത്തെഴുന്നേൽക്കും. പാണ്ഡ്യദേശത്തെ രാജ്ഞിയുടെ മുത്തുകൾ നിറച്ച ഒരു ചിലമ്പ് കൊട്ടാരത്തിൽ നിന്ന് മോഷണം പോകുന്നു. കൊട്ടാരം തട്ടാനായിരുന്നു യഥാർത്ഥത്തിൽ ഈ ചിലമ്പ് മോഷ്ടിച്ചത്. അതിനിടയിൽ കാവേരി പൂപ്പട്ടണത്തിലെ ഒരു വർത്തക പ്രമാണിയുടെ മകൾ കണ്ണകി വിവാഹപ്രായമെത്തിയപ്പോൾ ധാരാളം സ്വത്ത് നൽകി അവളുടെ അച്ഛൻ അവളെ വിവാഹം കഴിച്ചയച്ചു ഒരു കോവാലന്. സന്തോഷകരമായ വിവാഹ ജീവിതത്തിനിടയിൽ കോവാലൻ മറ്റൊരു സ്ത്രീയിൽ ആകൃഷ്ടനായി അവൾക്ക് പിന്നാലെ പോയി. അവൻ്റെ സ്വത്തുക്കളൊക്കെ അവൻ നഷ്ടപ്പെടുത്തി. ഒടുവിൽ ഒന്നുമില്ലാത്തവനായി അവൻ കണ്ണകിയുടെ അരികിൽ തിരികെ വന്നു. പതിവ്രതയായ കണ്ണകി അവനെ സ്വീകരിച്ചു. തൻ്റെയിൽ ഒന്നുമില്ല, തൻ്റെ സമ്പാദ്യമൊക്കെ തീർന്നു എന്ന് കണ്ണകിയോട് കോവാലൻ പറഞ്ഞപ്പോൾ കണ്ണകി പവിഴം നിറച്ച തൻ്റെ ചിലമ്പ് വിൽക്കാനായി അവൻ്റെ പക്കൽ കൊടുത്തു. കോവാലൻ ചിലമ്പ് വിൽക്കാനായി എത്തിയത് കൊട്ടാരത്തിൽ നിന്ന് രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ച അതേ തട്ടാൻ്റെ അടുക്കൽ. ഈ അവസരം മുതലാക്കി തട്ടാൻ കോവാലനാണ് രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചത് എന്ന് രാജകൊട്ടാരത്തിൽ അറിയിച്ചു. ചിലമ്പ് അന്വേഷിച്ച് നടന്ന പട്ടാളക്കാർ കോവാലനെ പിടിച്ചുകെട്ടി രാജാവിന് മുന്നിൽ കൊണ്ടുചെന്ന് നിർത്തി. കണ്ണകിയുടെ ചിലമ്പിൽ പവിഴങ്ങളാണ് എന്ന് കോവാലൻ പറഞ്ഞു. പക്ഷേ രാജാവിനത് തെളിയിക്കാൻ കഴിഞ്ഞില്ല. കോവാലൻ തന്നെയാണ് കള്ളൻ എന്ന് രാജാവ് നിശ്ചയിച്ചു. തുടർന്ന് രാജാവ് കോവാലനെ ഇല്ലാത്ത മോഷണക്കുറ്റത്തിൽ ഉൾപ്പെടുത്തി. ഉടൻ തന്നെ അവനെ വധശിക്ഷയ്ക്കും വിധേയനാക്കി. വിവരമറിഞ്ഞ് ക്രൂദ്ധയായി രാജസദസ്സിലെത്തിയ കണ്ണകി തൻ്റെ ചിലമ്പ് പിടിച്ചു വാങ്ങി അവിടെ തന്നെ എറിഞ്ഞുടച്ചു. അതിൽ നിന്ന് പുറത്തു ചാടിയ പവിഴങ്ങൾ കണ്ട് തെറ്റു മനസ്സിലാക്കിയ രാജാവും രാജ്ഞിയും പശ്ചാത്താപത്താൽ മരിച്ചു. എന്നാൽ പ്രതികാരദാഹിയായി കണ്ണകി അടങ്ങിയില്ല. തൻ്റെ ഒരു മുല പറിച്ച് മധുര നഗരത്തിന് നേർക്കവൾ എറിഞ്ഞു. ആ നഗരം വെന്തുപോകട്ടെ എന്നവൾ ശപിച്ചു. അവളുടെ പാതിവൃത്യത്തിൻ്റെ ശക്തിയാൽ അഗ്നിജ്വാലകൾ ഉയർന്ന് മധുര നഗരം ചുട്ടരിഞ്ഞു. തുടർന്ന് മധുര നഗരം വിടുന്ന കണ്ണകി ചേര രാജധാനിയായ കൊടുങ്ങല്ലൂരിലേക്ക് പോകുന്ന വഴി ആറ്റുകാൽ ദേശത്തെത്തി. ആ കണ്ണകിയെ, ആറ്റുകാലമ്മയെ ഇന്ന് നമ്മൾ ആരാധിക്കുന്നു. മുല്ലവീട്ടിൽ കാരണവർക്ക് ബാലികാരൂപത്തിൽ ദർശനം നൽകിയ കണ്ണകിയുടെ കഥയാണിത്. ഭർത്താവിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഇറങ്ങിത്തിരിച്ച കണ്ണകി എന്ന ആറ്റുകാലമ്മ. നവീൻ ബാബുവിന്റെ കുടുംബത്തെ, ഭാര്യ മഞ്ജുഷയെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധികാര അഹംബോധത്തിൽ തളച്ചിടാമെന്ന് ചിലർ നിരൂപിച്ചു. അതുകൊണ്ട് തന്നെ അവർ പാർട്ടി കുടുംബാംഗങ്ങളാണ്. അവരോട് തങ്ങൾ നീതി കാട്ടുമെന്ന് കേരളത്തിലെ CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വാക്കുകൊടുത്തു. നവീൻ ബാബുവിൻ്റെ മൃതദേഹവുമായി അന്ന് പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ
കണ്ണൂരിൽ നിന്നുള്ള നേതാക്കളും പത്തനംതിട്ടയിലെ CPM നേതാക്കളുമൊക്കെ ചുറ്റും കൂടി നിന്നിരുന്നു. അവർ ആ കുടുംബത്തെ ആശ്വസിപ്പിച്ചു. യഥാർത്ഥ പ്രതിയെ പിടികൂടുമെന്നും അവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കുമെന്നും ആ കുടുംബത്തിനവർ വാക്കുകൊടുത്തുകൊണ്ടേയിരുന്നു. ഒരു ചതിയാണ് എന്നവർ മനസ്സിലാക്കാൻ ഇത്തിരി വൈകി. എങ്കിലും വിവേകത്തോടെ എല്ലാം നിരീക്ഷിച്ച് തൻ്റെ ഭർത്താവിൻ്റെ യഥാർത്ഥ കൊലപാതകികളെ നിയമത്തിന് മുന്നിലെത്തിക്കും എന്ന് ശപഥം ചെയ്യുകയായിരുന്നു പിന്നീട് മഞ്ജുഷ. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ അതിക്രൂരമായ വിധത്തിൽ ഒരു വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയത് ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. ഏറെ വേദനയോടെ നമ്മൾ സിദ്ധാർത്ഥൻ്റെ പേരോർമ്മിക്കും. ഇക്കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥൻ്റെ അമ്മ ഷീബയുമായി ഞാൻ ഏറെ നേരം സംസാരിച്ചിരുന്നു. അവരുടെ വിശദമായൊരു ഇൻ്റർവ്യൂ മലയാളി വാർത്തയിൽ സംപ്രേക്ഷണവും ചെയ്തു. ഷീബ അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയെ ഫോണിൽ വിളിച്ചിരുന്നു. എനിക്കറിയാം അവരുടെ വിഷമം. ആ ഭർത്താവിൻ്റെ മരണം അതൊരു കൊലപാതകമാണ്. മഞ്ജുഷയോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. മഞ്ജുഷ നല്ല തൻ്റെയിടമുള്ള സ്ത്രീയാണ്. അവർ യഥാർത്ഥ പ്രതികളെ പിടികൂടുക തന്നെ ചെയ്യും. അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും, എനിക്കുറപ്പാണ്. സിദ്ധാർത്ഥൻ്റെ അമ്മ ഷീബയുടെ കണ്ണുകളിലും ഒരു നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. മഞ്ജുഷ പ്രതികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. അവരുടെ വാക്കുകളിൽ ആ ശക്തിയുണ്ട് എന്ന് ഷീബ എന്നോട് പറഞ്ഞു. അതെ, മഞ്ജുഷയുടെ വാക്കുകളിൽ മാത്രമല്ല അവരുടെ പ്രവൃത്തിയിലും ശക്തിയുണ്ട് എന്ന് കേരളം ഇപ്പോൾ തിരിച്ചറിയുന്നു. അവർ ഏറ്റുമുട്ടുന്നത് വലിയൊരു സംവിധാനത്തോടാണ്. ഒരു പാർട്ടിയെ തന്നെ ഹൈജാക്ക് ചെയ്തിരിക്കുന്ന കണ്ണൂർ ലോബിയോടാണ്. കണ്ണൂർ ലോബിയുടെ അനുഗ്രഹ ആശീർവാദങ്ങളോടെ അവിടെ പ്രവർത്തിക്കുന്ന വലിയൊരു മാഫിയ സംഘത്തോടാണ്. കണ്ണൂരിൽ നടക്കുന്ന കൊലപാതകങ്ങളുടെ ചുരുൾ സാധാരണഗതിയിൽ നിവരില്ല. അത് നിവരണമെങ്കിൽ അത് പാർട്ടിക്ക് നോവണം. ഇവിടെ പാർട്ടിയുടെ ഉന്നതർ തന്നെയാണ് ആസൂത്രിതമായി ഇത്തരമൊരു കൊലപാതകം നടത്തിയത്. അതിനു മുന്നിൽ പ്രത്യേക സ്കെച്ചിട്ട് വെൽ പ്ലാൻഡായി എക്സിക്യൂഷൻ നടത്തിയ ഒരു കൊലപാതകം. നവീൻ ബാബുവിൻ്റേത് ഒരു ആത്മഹത്യയെന്ന് കേരളത്തെ കൊണ്ട് ആദ്യം പറയിപ്പിച്ചവർ ആ കൊലപാതകികൾ തന്നെയാണ്. അതിനുവേണ്ടി അവർ പ്ലോട്ട് മെനഞ്ഞു. PP ദിവ്യ യാത്രയയപ്പ് യോഗത്തിലെത്തി അധിക്ഷേപ പ്രസംഗം നടത്തിയത് മുതൽ ആ പ്ലോട്ടിൻ്റെ കൃത്യമായ എക്സിക്യൂഷൻ തന്നെയാണ് നടന്നത്. ഒടുവിൽ നവീൻ ബാബുവിൻ്റേതൊരാത്മഹത്യയെന്ന് കോടതിയിൽ പോലും പോലീസ് റിപ്പോർട്ട് നൽകുന്നു. PP ദിവ്യ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് അറസ്റ്റിലാവുന്നു. ഇതൊക്കെ ഒരാസൂത്രണത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് കേരളം മനസ്സിലാക്കുമ്പോൾ അതിലേറെ ശക്തിയോടെ മഞ്ജുഷ തിരിച്ചറിഞ്ഞു. തൻ്റെ ഭർത്താവിൻ്റേത് ഒരാത്മഹത്യയല്ല, കൊലപാതകമാണ്. ക്വാർട്ടേഴ്സിൽ ഭർത്താവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണ് എന്ന് ഹൈക്കോടതിക്ക് മുൻപാകെ ഇപ്പോൾ മഞ്ജുഷ ശക്തമായി തൻ്റെ ഹർജിയിൽ ആരോപിക്കുമ്പോൾ ഇക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തതയാണ് കേരളത്തിന് വരുന്നത്. മഞ്ജുഷയുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ഇന്ന് നീതിപീഠം അനുകൂല മനോഭാവം പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. സർക്കാരിനോടും CBIയോടുമൊക്കെ കേരളത്തിന്റെ ഹൈക്കോടതി നിലപാട് തേടി. ഒരു CBI അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക തന്നെയായിരുന്നു മഞ്ജുഷയുടെ മനസ്സിൽ എന്ന് വ്യക്തമായത് കേരളത്തിന് ഇന്നലെയാണ്. മാധ്യമങ്ങളോട് പോലും അവർ കൂടുതൽ വെളിപ്പെടുത്തിയില്ല. പകരം ഹൈക്കോടതിയെ സമീപിച്ചു. തന്റെ നിസ്സഹായ അവസ്ഥ ഹൈക്കോടതിക്ക് മുൻപാകെ ബോധ്യപ്പെടുത്തി. സമൂഹ മനസാക്ഷിയെ ഉലച്ച ഒരു കൊടും ക്രൂരത. അവിടെ നിരാലംബരായത് 2 പെൺകുട്ടികളാണ്. നവീൻ ബാബു എന്ന അച്ഛൻ എത്രമാത്രം ആ കുടുംബത്തെ സ്നേഹിച്ചിരുന്നുവെന്ന് മരണത്തിൻ്റെ പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കി. ആ കുട്ടികളോട് അദ്ദേഹം പറഞ്ഞുകൊടുത്ത ജീവിതത്തിൻ്റെ പാഠഭേദങ്ങൾ വായിക്കാനും പഠിക്കാനും അന്വേഷിച്ച് കണ്ടെത്താനും തൻ്റെ കുട്ടികളെ ഉപദേശിച്ചിരുന്ന ഒരച്ഛൻ. ലൈബ്രറി എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ജീവിതത്തെ നേരിടണം, എല്ലാ കാര്യങ്ങളിലും തൻ്റെ കുടുംബത്തിലെ കുട്ടികൾക്ക് വേണ്ടത്ര ഉപദേശം നൽകിയ ശക്തനായ ഒരച്ഛൻ. അവധി ദിവസങ്ങളിൽ കുട്ടികളോടൊപ്പം വീട്ടിലിരുന്ന് സിനിമ ആസ്വദിക്കുന്ന ഒരു നല്ല സഹൃദയൻ. തികഞ്ഞ വായനാശക്തിയുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ഒരിക്കലും ഒരു ആത്മഹത്യയിൽ ഒളിച്ചോടില്ല എന്ന് വ്യക്തമാണ്. ഇതുതന്നെയാണ് ഭാര്യ മഞ്ജുഷ പറയുന്നത്. തൻ്റെ ഭർത്താവ് നവീൻ ബാബു ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യില്ല. ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാൻ എന്തൊക്കെ നാടകങ്ങളാണ് നമ്മൾ കേട്ടത്. നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിൽ സ്ഥലകാല ഭ്രമം ബാധിച്ച് നടക്കുന്ന ഒരു പ്രത്യേക ദൃശ്യങ്ങളൊക്കെ CCTVയിലുണ്ട് എന്നുവരെയുള്ള നാടകങ്ങൾ. തൻ്റെ ഭർത്താവിൻ്റേത് ഒരു ആത്മഹത്യയല്ല, കൊലപാതകമാണ്, CBI അന്വേഷിച്ചാൽ മാത്രമേ ഈ കേസ് തെളിയൂ എന്ന് ഹൈക്കോടതിക്ക് മുൻപാകെ മഞ്ജുഷ പറയുമ്പോൾ ഹൈക്കോടതി ആ വാദം പൂർണ്ണമായി കേട്ടു നിൽക്കുന്നു. സർക്കാരിനോടും CBIയോടും നിലപാട് തേടുക മാത്രമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥനോട് സത്യവാങ്മൂലം നൽകാൻ ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഈ വരുന്ന 9-ാം തീയതി വിശദമായ വാദം കേൾക്കും.
ഇതുവരെയുള്ള കേസ് ഡയറി ഹാജരാക്കാനാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ ശക്തമായ വിജയമാണ് മഞ്ജുഷയ്ക്കിപ്പോൾ കൈവന്നിരിക്കുന്നത്. ഒരു PP ദിവ്യമാർക്കും ഈ പോരാട്ടത്തെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. കാരണം ഇതിൽ ദൈവത്തിൻ്റെ ഇടപെടലുകളുണ്ട്. തെളിവുകൾ എത്ര കുഴിച്ചുമൂടപ്പെട്ടാലും അതൊക്കെ ഒരു ദിവസം പുറത്തു വരും. നവീൻ ബാബു നടന്ന വഴികളിലെ CCTV ദൃശ്യങ്ങൾ ഇതിനകം തന്നെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാം. എന്തിനേറെ അദ്ദേഹം ക്വാർട്ടേഴ്സിലേക്ക് എങ്ങനെയാണ് പോയത്, അഥവാ ഓട്ടോറിക്ഷയിലാണ് പോയതെങ്കിൽ ആ ഓട്ടോറിക്ഷ ഡ്രൈവർ എവിടെ? ഇത്തരം ചോദ്യങ്ങൾ പോലും കുഴിച്ചുമൂടപ്പെട്ടിരുന്നു. ഡ്രൈവർ ഷംസുദ്ദീൻ്റെ ഓരോ നീക്കങ്ങളും സംശയാസ്പദമായിരുന്നു. എന്നാൽ ഡ്രൈവർ ഷംസുദ്ദീനെ പോലും ചോദ്യം ചെയ്യാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തയ്യാറായില്ല. ഇതൊക്കെ ഇനി ഒന്നൊന്നായി പുറത്തേക്ക് വരും എന്നതിൽ സംശയം വേണ്ട. നവീൻ ബാബുവിൻ്റെ കൊലപാതകത്തിന് പിന്നിലെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുവരെ ഭാര്യ മഞ്ജുഷയുടെ പോരാട്ടം തുടരും എന്ന് കേരളത്തിനിപ്പോൾ ഉറപ്പ് ലഭിക്കുന്നു. അതുതന്നെയാണ് സമൂഹ മനസ്സാക്ഷിയെ ഉണർത്തുന്ന ഈ നീക്കത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയും. നമ്മൾ നിസ്സാരരല്ല. നിയമത്തിൻ്റെ മാർഗത്തിലൂടെ അതിശക്തമായ പോരാട്ടം നടത്തിയാൽ ഏത് സ്വാധീന ശക്തിയെയും തളച്ച് താഴെയിടാൻ കഴിയും എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന നിമിഷങ്ങൾ. ഈ കേസിന് അസാധാരണമായ ചില ഭാവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കേരളം ഈ കേസിൻ്റെ നാൾവഴികളിലൂടെ എപ്പോഴും സഞ്ചരിക്കുന്നു. മഞ്ജുഷ എന്ന നവീൻ ബാബുവിൻ്റെ ഭാര്യയെ, ആ മാതൃഭാവത്തെ കേരളം ചേർത്ത് പിടിച്ച് അവർക്ക് കൂടുതൽ കരുത്തു പകരുമ്പോഴാണ് ഈ കേസ് വിജയിക്കുന്നത്. തൻ്റെ പെൺമക്കളെ ചേർത്തുപിടിച്ച് ഒരമ്മ നീതിക്ക് വേണ്ടി പോരാട്ടത്തിനിറങ്ങിയിരിക്കുന്നു. തൻ്റെ പെൺകുട്ടികളെ ചേർത്തുപിടിച്ച് ഒരമ്മ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഇപ്പോൾ ശക്തമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഒരു CBI അന്വേഷണത്തിലൂടെ നവീൻ ബാബുവിൻ്റെ യഥാർത്ഥ കൊലയാളികൾ പുറത്തുവരും എന്ന് നമുക്ക് നമ്മുടെ മനസ്സാക്ഷി മന്ത്രിക്കുന്ന നിമിഷങ്ങൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.